ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷനൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വാച്ചിൻ്റെ റിവ്യൂയിലേക്ക് കടക്കുവാണ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കാസിയോൻ്റെ G-Shock വാച്ചിനെ പറ്റി റിവ്യൂ ചെയ്യാനായിട്ടാണ്. മറ്റ് കാസിയോ വാച്ചുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ G-Shock വാച്ചുകൾ മെക്കാനിക്കൽ സ്ട്രെസ്സസിനെയും ഷോക്സിനെയും വൈബ്രേഷൻസിനെയും റെസിസ്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ G-Shock എന്നുള്ളത് അർത്ഥമാക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഷോക്ക് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വാച്ച് പ്രധാനമായിട്ടും ഔട്ട്ഡോർ ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ സ്പോർട്സ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനാണ് യൂസ് ചെയ്തു വരുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന G-Shockൻ്റെ യഥാർത്ഥ മോഡൽ പറയുകയാണെങ്കിൽ GA2100 RW1AER എന്നാണ്. ഈ വാച്ച് ഒരു മിനറൽ ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു ഒക്ടഗണൽ ബെസലാണ് കൊടുത്തിരിക്കുന്നത്. ലക്ഷറി വാച്ചായ ഓഡോമേഴ്സ് പിഗയുടെ റോയൽ ഓക്കിനോട് സാമ്യമുള്ളതുകൊണ്ട് ഈ കാസിയോ G-Shock വാച്ചിൻ്റെ കാസിയോക്ക് എന്നും വിളിക്കുന്നുണ്ട്. ഇതാണ് വാച്ചിൻ്റെ ഫസ്റ്റ് ലുക്ക്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അത് വന്നിരിക്കുന്നത് ഒരു ഫുൾ റെയിൻബോ കളറിലുള്ള ബ്രിക്ക് പാറ്റേണിലാണ്. വാച്ചിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ വാച്ച് മിനറൽ ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതൊരു അനലോഗ് ഡിജിറ്റൽ വാച്ചാണ്. വാച്ചിൻ്റെ ബ്രേസ്ലെറ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക്കും അതുപോലെ ബെസൽ മെറ്റീരിയൽ വന്നിരിക്കുന്നത് റെസിനിലുമാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ സ്റ്റീലിൽ എൻഗ്രേവ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് 20 ബാറാണ്. അതുപോലെ വാച്ച് കേസ്ഡ് ഇൻ തായ്ലൻഡ് ആണ്. ഫസ്റ്റ് ലുക്കിൽ തന്നെ എനിക്ക് വാച്ച് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്റ്റൈലിഷ് ലുക്കാണ് ഈ റെയിൻബോ ബ്രിക്ക് പാറ്റേൺ ഈ വാച്ചിന് കൊടുത്തിരിക്കുന്നത്. വാച്ചിൻ്റെ ഫങ്ഷൻസിനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് വാച്ച് ആദ്യം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. കുറച്ച് ഡസ്റ്റൊക്കെ വന്ന സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ശരിക്കും തുടച്ച് നല്ല സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഡിസൈൻ വൈസ് വെച്ച് വാച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് അതും ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ വാച്ചിൽ വച്ചിരിക്കുന്ന 2 സ്റ്റോപ്പറുകൾ. അത് ആ വാച്ചിൻ്റെ ഒരു ഒറിജിനൽ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ട് സഹായിക്കുന്നു. നമ്മൾ വാച്ച് മാക്സിമം ഇത്രയാണ് അത് മടങ്ങുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വാച്ച് വെയർ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ കയ്യിലൊന്ന് വച്ച് കഴിഞ്ഞ് നമ്മളത് കെട്ടിക്കഴിയുമ്പോൾ തന്നെ അത് നല്ലൊരു ഷേപ്പിലായിട്ടായിരിക്കുന്നത്. വാച്ച് വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്കാണിത്. നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. മറ്റൊരു ഫസ്റ്റ് ഇംപ്രഷനായിട്ട് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ലൂമിനസ് എഫക്റ്റാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നല്ല വെളിച്ചമുള്ള റൂമിലാണ്. എങ്കിൽ പോലും ജസ്റ്റ് കൈയൊന്ന് ചുരുട്ടി വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ എനിക്ക് ഈ ലൂമിനസ് എഫക്റ്റ് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ശരിക്കും രാത്രിയല്ല എങ്കിൽ പോലും റൂമിൻ്റെ ഡോർ അടച്ചിട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ലൂമിനസ് എഫക്റ്റാണ്. വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. ഡിഫോൾട്ടായിട്ട് 3 സെക്കൻഡിലേക്കാണ് ഇതിൻ്റെ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 1 2 3. അത് നമുക്ക് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സാധാരണ വാച്ചുകളുടെ യൂസർ മാനുവൽ നമുക്കങ്ങനെ യൂസ് വരാറില്ല. പക്ഷേ ഇതിനകത്ത് ടൈം സെറ്റ് ചെയ്യാൻ അല്പം പാടായത് കണ്ടുകൊണ്ട് നമുക്ക് യൂസർ മാനുവൽ നോക്കി വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ വാച്ചിൻ്റെ മെറ്റീരിയൽ, അതിൻ്റെ തന്നെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ്, ലുക്ക് ഇതൊക്കെ സംസാരിച്ചു. ഇതാണ് വാച്ചിൻ്റെ ഒരു ടോട്ടാലിറ്റി. ഇനി നമുക്ക് വാച്ചിൻ്റെ ടൈം സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഒരു ഡൗട്ട് വരുന്നത് ഇതിൻ്റെ ടൈം സെറ്റ് ചെയ്യാനായിട്ടാണ്. വേറൊന്നുമല്ല, ഇതിനകത്തൊരു അനലോഗ് വാച്ചും അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ വാച്ചുമുണ്ട്. ഈ 2 വാച്ചിലെയും ടൈം സിങ്ക്രണൈസ് ചെയ്യുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ടത് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇച്ചിരി ബുദ്ധിമുട്ട് വരാനായിട്ടുള്ള മെയിൻ കാരണം ഇതിലെ അനലോഗും അതുപോലെ ഡിജിറ്റൽ വാച്ചിലെ ടൈം തമ്മിൽ സിങ്ക്രണൈസ് ആയാൽ പോലും ഇതിൻ്റെ ലെഫ്റ്റ് ഡയലിൽ കാണിച്ചിരിക്കുന്ന ഈ ഡേറ്റ് അത് സിങ്ക്രണൈസ് ആവില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ആദ്യമായിട്ട് നമുക്ക് ഈ വാച്ചിലെ ബട്ടൺസിനെ പരിചയപ്പെടാം. അഡ്ജസ്റ്റ്, ലൈറ്റ്, മോഡ്, സ്റ്റാർട്ട്. നമ്മുടെ മാനുവലിൽ ഇതിനെ ABCD അങ്ങനെയാണ് നെയിം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ വാച്ചിൽ കറക്റ്റായിട്ടുള്ള ഇന്ത്യൻ സമയമാണ് കിടക്കുന്നത്. എങ്കിൽ പോലും നമുക്കൊന്ന് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സമയം ഒന്ന് തെറ്റാക്കി വയ്ക്കാം. അതിനുശേഷം നമുക്ക് സമയം എങ്ങനെയാണ് വീണ്ടും കറക്റ്റായിട്ട് സിങ്ക്രണൈസ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. സോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ തെറ്റായിട്ടുള്ളൊരു ഡേറ്റും ടൈമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2024 ഒരു ഡേയും ഡേറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് ഇന്ന് 2025 ഈ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്തുള്ള
ഡേറ്റ് ആയിട്ട് മാറുന്നതെന്ന് നോക്കാം. അപ്പോൾ ടൈം സെറ്റ് ചെയ്യണതിൻ്റെ ആദ്യ സ്റ്റെപ്പായിട്ട് അഡ്ജസ്റ്റ് ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുക. ഒരു ബീപ്പ് സൗണ്ട് കേൾക്കുന്നത് വരെ പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ബീപ്പ് സൗണ്ട് കേട്ടതിന് ശേഷം നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഡേയുടെ ഒരു ഡയൽ നേരെ സൺഡേയിൽ വന്ന് ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് സൺഡേയിൽ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ടൈം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴും ഈ ഡേ കറക്റ്റായിട്ട് വരില്ല. ഇപ്പോൾ കറക്റ്റ് സൺഡേയിലാണ് നിൽക്കുന്നത്. അതിനുശേഷം നമുക്ക് മോഡിനകത്ത് നമുക്ക് പല സെറ്റിങ്സുകളും ചെയ്യാം. ഇപ്പോൾ ഡേ ലൈറ്റ് സേവിങ്സ് ടൈം ഓൺ ആക്കണോ ഓഫ് ആക്കണോ, അത് നമുക്ക് ലൈറ്റും അതുപോലെ സ്റ്റാർട്ട് ബട്ടൺ വെച്ച് ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയോ ചെയ്യാം. അതിനുശേഷമുള്ളത് നമുക്കിപ്പോൾ ഏത് ടൈമാണ് വേണ്ടത്, 24 hour ടൈം വേണോ 12 hour ടൈം വേണോ. ഞാൻ എപ്പോഴും 24 hour ടൈമാണ് പ്രിഫർ ചെയ്യുക. അത് നമുക്കിതുപോലെ തന്നെ ലൈറ്റ് ബട്ടൺ വെച്ച് നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം തന്നെ നമുക്ക് ഈ ഡേറ്റ് ടൈം ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2024 ഒരു ഡേറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ലൈറ്റ് സ്റ്റാർട്ട് ബട്ടൺ വെച്ച് നമുക്ക് 2025 ആക്കാം. ഡേയും അതുപോലെ തന്നെ മാസവും കറക്റ്റാണ്. അതുപോലെ അടുത്തത് അലാമത്തിന് സൗണ്ട് വേണോ വേണ്ടേ എന്നുള്ളതാണ്. അതിനുശേഷമുള്ളത് നമ്മുടെ ലൈറ്റിൽ എത്ര സെക്കൻഡ് ഇത് ബ്ലിങ്ക് ചെയ്ത് നിൽക്കണം എന്നുള്ള ഒരു സെറ്റിങ്സാണ്. അത് 1 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ്, ഈ 2 ഓപ്ഷനാണുള്ളൂ. അടുത്തായിട്ട് നമുക്ക് ഏത് ടൈം സോൺ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ ടൈം സോൺ ഡൽഹി ടൈം സോണാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഡൽഹി ടൈം സോണിലേക്ക് തന്നെ സെറ്റാക്കി വച്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അഡ്ജസ്റ്റ് ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിജിറ്റൽ ടൈമിലെ ടൈമും അനലോഗിലെ ടൈമും സിങ്ക്രണൈസ് ആയിട്ടിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റിൽ നമ്മുടെ ഡയൽ കറക്റ്റായിട്ട് ഇന്നത്തെ ഡേറ്റ് ആയിട്ടുള്ള ഫ്രൈഡേ ആയിട്ട് കാണിക്കുന്നതും കാണാം. ഇത്രയും സ്റ്റെപ്പുകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈം വളരെ ഈസി ആയിട്ട് സിങ്ക്രണൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നമ്മുടെ വാച്ച് ജസ്റ്റ് ഒന്ന് പുറത്ത് വെച്ച് നോക്കുവാണ്. സൺലൈറ്റിൽ നമ്മുടെ വാച്ച് നല്ല ഭംഗിയായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ട്. എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു വാച്ചാണ്. ആമസോണിൽ ഏകദേശം ഒരു 10K അറൗണ്ട് വരുന്ന രീതിയിലാണ് ഇപ്പോൾ വാച്ച് നിലവിലുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാസിയോയുടെ ഒരു കുട്ടി റിവ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.